ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പോൾ മക്കളെ, നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം. ആരുടെയാണ് സന്ദേശം? നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് അല്ലെ. അരുവിപ്പുറം എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് അധകൃതർക്ക് പണ്ടത്തെ കാലത്ത് എന്താണ്, ക്ഷേത്രപ്രവേശനത്തിന് അല്ലെ അനുമതി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നടക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇതൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ താഴേക്കിടയിലുള്ള ആളുകൾക്ക് എന്താണ്, അവർക്ക് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ അവർക്ക് വിശ്വാസങ്ങൾ ആരാധിക്കാനൊക്കെ ഉള്ള ആരാധനാലയങ്ങളൊക്കെ പണിതു കൊടുത്ത ആളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. അങ്ങനെ അദ്ദേഹം അരുവിപ്പുറത്ത് നടത്തിയിട്ടുള്ള ഒരു ശിവപ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അന്ന് അതിനുശേഷം എന്താണ് അവിടെ നടക്കുന്ന ഒരു ശിവരാത്രി ആഘോഷത്തിൽ അല്ലെ ആളുകളൊക്കെ എന്താണ് ഒത്തുകൂടുകയും ആ ഒരു ആഘോഷവേളയിൽ അദ്ദേഹം എന്താണ് ഒരു കൂട്ടിച്ചേർക്കുകയും അവിടെ എന്താണ് ഒരു യോഗം വിളിച്ച് ചേർക്കുകയാണ്. ആ യോഗത്തിൽ സംസാരിക്കുന്നതിനിടയിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും മാറി നിൽക്കുന്നത് കണ്ടിട്ട് അവരെ നമ്മുടെ കൂടെ ചേർക്കേണ്ടതിൻ്റെയും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അല്ലെ സമൂഹത്തിൽ എന്താണ് ഒരു ഉന്നമനത്തിന്റെ ആവശ്യകതയൊക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു പാഠഭാഗമാണ് അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം അല്ലെ. നമുക്കറിയാം അധകൃത വർഗോദ്ധാരണം, താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു മഹാനാണ് ആര്, നമ്മുടെ അല്ലെങ്കിൽ ഒരു സന്യാസിയാണ് ആര്, നമ്മുടെ ശ്രീനാരായണ ഗുരു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സമൂഹത്തെ എന്താണ് ബോധവൽക്കരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത്. ഇതിൽ തുടക്കം തന്നെ എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ ചുമരിൽ എഴുതി വെച്ച വാക്കുകളിലൂടെയാണ് പാഠം തുടങ്ങുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ല മനുഷ്യരും സ്വയതരത്തേന വാഴുന്ന മാതൃകാ രാജ്യമാണിത്. ഏത് രാജ്യം? നമ്മുടെ അല്ലെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ആർക്കും എന്താണ് ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഒരു എന്താ പറയാ തരത്തിന്റെ പേരിലും വേർതിരിവില്ലാതെ എല്ലാവരും സഹോദരന്മാരെ പോലെ വാഴണം. അതാണ് ആര് കണ്ടിരുന്ന സ്വപ്നം? നമ്മുടെ ശ്രീനാരായണ ഗുരു കണ്ടിരുന്ന സ്വപ്നം. അപ്പോൾ ഒരു രാജ്യത്തിൽ അല്ലെ എന്താണ് ഇത്തരത്തിൽ ഒരു കാഴ്ചപ്പാട് വെക്കണമെങ്കിൽ ആ രാജ്യത്തിൽ എന്താണ് ഇവിടെ ജാതിയില്ല മതമില്ല എന്ന് പറയണമെങ്കിൽ, അതാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് എന്ന് പറയണമെങ്കിൽ ആ രാജ്യത്ത് അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് അനീതികളെ ഇല്ലാതാക്കുകയും സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരെ എന്താണ് ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹാനായിട്ടുള്ള ഒരു സന്യാസി വര്യനായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കൊരു എസ്സേ ചോദിക്കും. 6 മാർക്കിന് ചോദ്യം വരുന്ന ഒരു പാഠഭാഗമാണ് ഏത്, നമ്മുടെ അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആശയം നോക്കാം. ഇപ്പൊ ഒരു 6 മാർക്കിനൊക്കെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതേണ്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. അധകൃത ജനവിഭാഗങ്ങളോട്, അധകൃതർ എന്ന് വെച്ചാൽ താഴേക്കിടയിലുള്ള ജനങ്ങൾ, അധകൃത ജനവിഭാഗങ്ങളോട് കാണിച്ചിരുന്ന അയിത്തം, അനാചാരം തുടങ്ങിയവയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. വിപ്ലവം സൃഷ്ടിച്ച അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ അദ്ദേഹം ജാതി ഭേദമില്ലാതെ എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കി. ഗുരുദർശനത്തിന്റെ അടിസ്ഥാനം മാനവികതയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ മാനവികതാ ബോധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. അരുവിപ്പുറത്ത് ശിവരാത്രി ആഘോഷത്തിനിടെ തൊഴിലാളി കുടുംബങ്ങളെ മാറ്റി നിർത്തിയത് കണ്ട് അദ്ദേഹം അവരോട് ഇങ്ങനെ ചോദിച്ചു, ഇവരെ വേർതിരിച്ച് ഇരുത്തണമോ? അല്ലെ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അപ്പുറത്ത് മാറിയിരുത്തുകയാണ്. അപ്പോൾ അവരെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നമ്മൾ മാറ്റിയിരുത്തുകയാണോ വേണ്ടത്? അവരെ നമ്മുടെ കൂടെ ചേർത്തുകയല്ലേ എന്ന് വേണ്ടത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവർക്ക് സമന്മാരാണെന്ന് തോന്നൽ ഉണ്ടാക്കിക്കൂടാ? ഈ ചോദ്യത്തിലൂടെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിന്റെ അർത്ഥശൂന്യതയെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. കുട്ടികളെ ചേർത്തിരുത്തുന്നതിലൂടെ ഭാവി തലമുറയെ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളിൽ വളർത്താനുള്ള ഗുരുവിന്റെ ദീർഘവീക്ഷണം അവിടെ നമുക്ക് വെളിവാകുന്നു. ഗുരുവിന്റെ വാക്കുകൾ കേവലം ഒരു ചോദ്യമല്ല, മാനവികതയുടെയും സമത്വത്തിന്റെയും ഒരു ദിവ്യ സന്ദേശമാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള അസമത്വങ്ങൾക്കെതിരെ ശക്തമായൊരു പ്രതികരണമാണ് ഏത്, നമ്മുടെ ഈ ഒരു അദ്ദേഹത്തിന്റെ ദർശനങ്ങളെല്ലാം. മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ പാടില്ലെന്നും നമ്മുടെ ഗുരു പ്രഖ്യാപിച്ചു. അപ്പൊ അരുവിപ്പുറത്ത് നിന്നും ഒരു സന്ദേശം എന്ന് കേൾക്കുന്ന സമയത്ത് അത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശമാണെന്നും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു മനുഷ്യന് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും മാനവികതയ്ക്കാണ് അല്ലെ മനുഷ്യത്വത്തിനാണ് അദ്ദേഹം മുൻതൂക്കം കൊടുത്തതെന്നും ഒക്കെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഗുരുവിന്റെ ദർശനങ്ങളെ കുറിച്ച് എന്തായാലും എന്താണ് ഒരു എസ്സേ പ്രതീക്ഷിക്കാം. നമുക്ക് കൂടുതൽ കാര്യങ്ങളെ ലൈവിൽ പഠിക്കണം. അപ്പൊ എല്ലാവരും ലൈവിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്.